ചക്കി കാണുമ്പോഴത്തേക്കും ചക്കിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണന്റെ ആണെങ്കിലും ഇന്റർവ്യൂസിലൊക്കെ താഴെ ഞാൻ കോമൺ ആയിട്ട് കാണുന്ന ഒരു കമന്റ് പറയട്ടെ, അതായത് ഇവര് രണ്ടും ഒരാൾ തന്നെയാന്ന് തോന്നുന്നത്, മുടി മാറ്റി കാളിദാസ് ഷേവ് ചെയ്തതാ മുടി വെച്ചതാന്നല്ലേ. അത് തന്നെ, കാളിദാസ് മുടി വെച്ചതാണ് ചക്കി എന്ന്. ഇത് കാണാറുണ്ടല്ലേ നിങ്ങൾ രണ്ടുപേരും? അപ്പൊ നിങ്ങൾ പരസ്പരം സിബ്ലിങ്സ് തമ്മിൽ എന്തെങ്കിലും ഡയലോഗ് അടിക്കാറുണ്ടോ ഇത് കാണുമ്പോഴത്തേക്കും? ഇത് ഫസ്റ്റ് ഇത് എപ്പോഴറിയോ ഞങ്ങൾക്ക് തന്നെ അത് ക്ലിക്കായത്, കണ്ണന്റെ പൂമരൊക്കെ ഇറങ്ങിയ സമയത്ത് ഞാൻ അപ്പോഴായിരുന്നു ഫുൾ ഷോർട്ട് ഹെയർ ആയിരുന്നു, എനിക്ക് ബോയ് കട്ട് ആയിരുന്നു. അപ്പൊ ഞാൻ ബോയ് കട്ട് ചെയ്തിട്ട് വീട്ടിൽ വന്നപ്പോ കണ്ണനെ ഷൂട്ടിങ് കഴിഞ്ഞ് തിരിച്ചു വരായിരുന്നു. ഇതെന്ത് ഞാൻ ഷേവ് ചെയ്ത പോലെ ഉണ്ടല്ലോ എന്ന് കണ്ണൻ തന്നെ ചോദിച്ചു. സോ അപ്പോഴാണ് ലൈക് ആക്ച്വൽ റിയലൈസേഷൻ വന്നത്. അത് ഞാൻ ഇന്ന് അമ്മയോടും പറയായിരുന്നു, നിങ്ങൾ 3 പേരും കണ്ടു കഴിഞ്ഞാല് സിബ്ലിങ്സ് പോലെ ഇരിക്കുന്ന 3 ആൾക്കാരും. അത് സത്യമായിട്ടോ? നിങ്ങളിത് പറയാറുണ്ടോ? ഇല്ല, കണ്ണനും ഞാനും തമ്മിലുള്ള റിസംബ്ലൻസ് ഉണ്ട്, പിന്നെ ഞാനും അപ്പാവും തമ്മിലുള്ള റിസംബ്ലൻസ് കുറെ പേര് പറയാറുണ്ട്. കണ്ണനും അമ്മയും തമ്മിലുള്ള ക്യാരക്ടർ റിസംബ്ലൻസ്. അതെന്താണ് ക്യാരക്ടർ റിസംബ്ലൻസ്? അവർ രണ്ടുപേരും ഭയങ്കര കമ്പോസ്ഡ്, ക്വയറ്റ്, അങ്ങനെ ഓവർ എക്സ്പ്രസീവ് ടൈപ്പ് അല്ല. പക്ഷെ അമ്മ എന്നോട് പറഞ്ഞ ഭയങ്കര സ്റ്റബേൺ ആണ് അമ്മ, കുറച്ച് വാശിയുള്ള കൂട്ടത്തിലുള്ള അമ്മയ്ക്കാണെന്ന്. അതെ അതെ, സ്റ്റബേൺ ആണ്. പക്ഷെ ഇപ്പൊ വാശി മിണ്ടാതിരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബീറ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. അങ്ങനത്തെ 2-3 ദിവസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പോകും. എനിക്കും അപ്പാക്കൊക്കെ മാക്സിമം ഒരു അരമണിക്കൂറുടെ ദേഷ്യം എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അപ്പൊ തന്നെ ഫുള്ളായിട്ട് കാണിച്ച് തീർക്കും, ബോഡി വിട്ട് അത് പോയി കഴിയത്. അമ്മ എന്നോട് പറഞ്ഞ എന്താണെന്നറിയോ, അതായത് ചക്കിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മൊത്തം അവിടെ പറഞ്ഞു തീർത്തിട്ടേ ചക്കി അങ്ങ് എഴുന്നേറ്റ് പോകത്തുള്ളൂ. അങ്ങനെയാണോ? ബാക്കി എല്ലാരും മിണ്ടാതെ കേട്ടോളൂ. ഞാൻ ഗ്യാപ്പ് കൊടുക്കാറില്ല, കേൾക്കാനുള്ള ഗ്യാപ്പ് കൊടുക്കില്ല. എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പോയേക്കും അവിടുന്ന്. ഐ മേക്ക് ഡ്രമാറ്റിക് എക്സിറ്റ്. അങ്ങനെ എന്തെങ്കിലും ചെയ്ത അവസാനം അമ്മ വഴക്കിട്ട് മിണ്ടാതിരുന്ന ദിവസങ്ങളുണ്ടോ? സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മിക്കപ്പോഴും പഠിക്കാത്ത കാര്യത്തിനാണ് അടിയാവുന്നത് ഞങ്ങൾ തമ്മിൽ. അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട്സാണ് ഞങ്ങള്. ഭയങ്കര ഞങ്ങള് രണ്ടുപേരും അൺസെപ്പറബിൾ ആണ്, അതായത് ഇൻസെപ്പറബിൾ ആണ്. പക്ഷെ പഠിത്തത്തിന്റെ കാര്യത്തിൽ മാത്രം അമ്മ ടീച്ചറിന്റെ മോളാണ്, അപ്പൊ ഫസ്റ്റ് ബെഞ്ചറാണ്, ഞാൻ ബാക്ക് ബെഞ്ചർ. അതെ, നമ്മൾ ആരുടെ മോളായിട്ട് വരും? ഞാൻ ആ കാര്യത്തിൽ എന്റെ അച്ഛന്റെ മോളായിട്ട് വരും. ആ ഒരു കാര്യത്തിൽ മാത്രമേ ഞങ്ങൾ വഴക്കുണ്ടാക്കിയിട്ടുള്ളൂ. അപ്പൊ എനിക്ക് വരാത്ത സബ്ജക്റ്റ് ആണ് മാത്സ്. അമ്മയാണെങ്കിൽ മാത്സ് ടീച്ചറിന്റെ മോളാ. അപ്പൊ അമ്മയ്ക്ക് മാത്സ്, അമ്മ ടോപ്പർ ആയിരുന്നു, എങ്ങാണ്ട് 95 ഒക്കെ എടുത്ത കൂട്ടത്തിലുള്ള ആളാണ്. അപ്പൊ ആ കാര്യത്തിൽ മാത്രം വഴക്കുണ്ടാക്കും. അപ്പൊ ഒരു ദിവസം ഒരുപാട് വഴക്ക് കിട്ടി. അപ്പൊ ഞാൻ അപ്പനെ വിളിച്ച് പറഞ്ഞു എനിക്കിനി ഇവിടെ ജീവിക്കണ്ട. അപ്പ ഏതോ ഷൂട്ടിങ്ങിന്റെ ഇടയിലായിരുന്നു. അപ്പൊ ഞാൻ കിടന്ന് കരയുന്ന കേട്ടിട്ട് അപ്പ അവിടെ കിടന്ന് ടെൻഷൻ അടിച്ച്, പിന്നെ ഒന്നുമില്ല, കാര്യമൊന്നുമില്ല, ഇവിടെ ഞാൻ പഠിത്തത്തിന്റെ ഇടയിൽ വഴക്ക് പറഞ്ഞതാന്നൊക്കെ പറഞ്ഞ അമ്മ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്തു. ഇത്രയും കടുത്ത ഡയലോഗ് അടിച്ചോ? എനിക്കിനി ഇവിടെ ജീവിക്കണ്ട, എനിക്കിനി ഇവിടെ പറ്റില്ല, എനിക്ക് അമ്മയുടെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഞാൻ സ്കൂളിൽ പോയില്ലെങ്കിലും ഞാൻ അപ്പയുടെ കൂടെ ഞാൻ ഈ ഷൂട്ടിങ്ങിന് ഞാൻ വന്ന് നിന്നോളാം.